Welcome to Kaula Celebrity Kitchen Magic. ഇന്ന് ഞാൻ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടൊരു സാധനം. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഇത്രയും പേര് എല്ലാവരും ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല. കാരണം ഇത് അമ്മ പറഞ്ഞു തന്ന ഒരു സാധനമാണ്. നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് ഏത് രൂപത്തിലാവും എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പേരിടാം. ഇറച്ചി വിഭവം ഉണ്ടാക്കാൻ വേണ്ട മെയിൻ സാധനം ഇറച്ചി. അതില്ലാതെ നമുക്കൊരിക്കലും ഇറച്ചിൻ്റെ വിഭവം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി, മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, സവോള, തക്കാളി, വെളിച്ചെണ്ണ, തേങ്ങ എന്തിനാന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം തേങ്ങയെടുത്ത് ചിരവി വറുത്ത് ഇതിൻ്റെ അകത്തിടും. അതാണ് നമ്മുടെ മെയിൻ സാധനം. അത് അവരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തില്ല, വെറുതെ ചിക്കനൊന്ന് ഇങ്ങനെ പുരട്ടിയെടുക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. സംഭവം എല്ലാം ഈ തേങ്ങയിലുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇതെല്ലാം മുറിച്ചിടണം. നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആണുങ്ങളെ കൊണ്ടാണ് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം മുറിക്കുക. എൻ്റെ വീട്ടിൽ ദിലീപാട്ടനാണ് മുറിക്കുക. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് വീട്ടിലാവുമ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്താകുമ്പോൾ അച്ഛനാണ് മുറിക്കുക. എല്ലാ ആണുങ്ങളെ പണിയാണ് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം മുറിക്കൽ. നമ്മൾ ഈ ഇപ്പം പാചകം മാത്രം. പക്ഷെ ഇവിടെ അത് പറ്റില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതൊരു റിസ്കി ഷോട്ടാണ്. അപ്പോൾ നമുക്ക് അത് മുറിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. മുറിക്കട്ടെ. ഇത് മുറിക്കുമ്പോൾ നമുക്ക് ഓരോ പുളു പഠിക്കാം. കോഴിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരണത് അല്ല, കോഴി എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഒരു ഫാമിലി സുഹൃത്തുക്കളുണ്ട്. അതായത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട, ശരിക്കും ഞങ്ങളുടെ ലൈഫിൻ്റെയൊക്കെ ഒരു ടേണിംഗ് പോയിന്റിൽ ഞങ്ങളെ എന്താ പറയുക, ഏറ്റവും നല്ല ഫിനാൻഷ്യലായാലും മാനസികമായിട്ടും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളെ ശരിക്കും അമ്മേൻ്റെ അനിയത്തി തന്നെ പറഞ്ഞൊരു ചേച്ചിയുണ്ട്, നന്ദിനി ചേച്ചി. അവർക്ക് 2 മക്കളുണ്ട്. അതിലൊരുത്തൻ കോഴിപ്രാന്തനാണ്. കാരണം കോഴി ഭയങ്കര ഇഷ്ടമാണ്. കോഴി എന്നല്ല കേട്ടോ, എല്ലാ ഇറച്ചിയും. അപ്പോൾ ഇവൻ ഞങ്ങളെ വീട്ടിൽ കൂടാൻ വന്നപ്പോഴത്തേക്കും അച്ഛൻ എന്ത് ചെയ്തു, അവനെ ഭയങ്കര ഇഷ്ടം 2 മക്കളെ. കണ്ണൻ എന്നാണ് പേര്. അല്ലോ ഇവിടെ എടുത്തോണ്ടിരിക്കണത്. അപ്പോൾ കോഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനം. കോഴി മാത്രമല്ല, ബീഫ് എല്ലാം ഇഷ്ടം. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ഇവൻ ഒരാഴ്ച നിൽക്കാൻ വന്നപ്പോൾ ഒരു ദിവസം ഇവന് കോഴി വാങ്ങിച്ചു കൊടുത്തു സന്തോഷം കൊണ്ട്. പിറ്റേ ദിവസം മട്ടൻ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ആട്, അങ്ങനെ ഒന്നും പറയണ്ട, ബീഫ് വെറൈറ്റി ചിക്കൻ ഇവന് വാങ്ങിച്ചു കൊടുത്തോണ്ട് ഇവന് വേണ്ടി മാത്രം. കാരണം ഞങ്ങളൊക്കെ വീട്ടിൽ ഒന്നെങ്കിലും ഞായറാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാർ വരുമ്പോൾ മാത്രമേ ഇറച്ചി വരുള്ളൂ. പക്ഷേ ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരാഴ്ച ഇവന് വേണ്ടിയിട്ട് ഇറച്ചി വെച്ചു കൊടുത്തു. ഇവൻ്റെ വീട്ടിൽ പോയിട്ട് നന്ദിനിയച്ചിനോടും ഭാനുവേട്ടനോടും പറയുക, അമ്മേ അവിടെ നമ്മളെ വീട് പോലുന്നല്ല, അവിടെ ഡെയിലി അവർ ചിക്കൻ മട്ടൻ. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവൻ വന്നുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. അത് അവൻ്റെ കോമഡി. അങ്ങനെയൊക്കെയാണ് സംഭവം. പക്ഷേ ന്യൂ ജനറേഷൻ്റെ ഒരു ഇറച്ചിപ്പാട്ട് പാടാണ്. ഒരു ഇറച്ചിപ്പാട്ട്. ഇറക്കി വെച്ചിരിക്ക വറുത്ത കോഴി മുളക് പൊട്ട് വറുത്ത് വെച്ചിരിക്ക, ഇറക്കി വെച്ചിരിക്ക ഇറക്കി വെച്ചിരിക്ക, വറുത്ത കോഴി മുളക് പൊട്ട് വറുത്ത് വെച്ചിരിക്ക, കോഴി രുസിയായിരുന്ന കുമരിയ വിട്ട്, കുമരി സിരിച്ചാ സുമരിയ വിട്ട്. ഹലോ, വെൽക്കം ടു സെലിബ്രിറ്റി കിച്ചൺ മാജിക്. ഇന്നിവിടെ കിച്ചൺ മാജിക്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചുള്ള ഒരു ഡിഷാണ്, പഞ്ചാബി ചിക്കൻ കറി. ചിക്കൻ വെച്ചുണ്ടാക്കുന്നതിൽ മെയിനായിട്ട് എന്താണെന്ന് അറിയാമല്ലോ. ചിക്കൻ, സവോള, ടൊമാറ്റോ, പച്ചത്തേങ്ങ, മല്ലി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, കാഷ്നട്ട്, ജീരകം, പിന്നെ കറുവാപ്പട്ട, ഏലക്ക, പിന്നെ നെയ്യുണ്ട്, പഞ്ചസാരയുണ്ട്.
പിന്നെ തൈര്. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് സവാളയായിട്ടൊരു യുദ്ധം തുടങ്ങാം. സവാള എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണികൾ. അപ്പം നമുക്ക് സവാളയായിട്ട് യുദ്ധം തുടങ്ങാം. നിങ്ങൾ വിചാരിക്കും ഞാൻ കരയാണെന്ന്. സത്യമായിട്ട് കരഞ്ഞതല്ല. പക്ഷേ ഉള്ളിയുടെ തൊലി കളഞ്ഞപ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ എനിക്ക് ഇത്രയും ഉള്ളി ഇനി അരിയാൻ കിടക്കുക. മുമ്പൊക്കെ ഞാൻ ഈ പിന്നെ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊക്കെ ആദ്യം തുടക്കകാലത്തൊക്കെ അഭിനയിച്ചപ്പോൾ എനിക്കെല്ലാം കണ്ണീർ സീരിയലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. എപ്പം നോക്കിയാലും കരച്ചിലായിരുന്നു. കരയുന്ന സീരിയലായി അവസാനം ഗ്ലിസറിൻ ഇട്ടിട്ട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ എൻ്റെ രാവിലെ എണീക്കുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നന്നായിട്ട് തടിച്ച് വീങ്ങിയിട്ടുണ്ട് പല പ്രാവശ്യം. പിന്നെ ആയപ്പോൾ എനിക്ക് ഗ്ലിസറിൻ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത അവസ്ഥയായി. എത്ര ഗ്ലിസറിൻ ഇട്ടാലും ഒന്നും കണ്ണുനീര് വരില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് ഗ്ലിസറിൻ ഉപയോഗിച്ചു. അപ്പം എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, മുമ്പൊക്കെ എപ്പോൾ നോക്കിയാലും ഈ കുട്ടി കരയാനല്ലേ ഉള്ളൂ, അപ്പോൾ ഇതിന് കരയുന്നത് മാത്രം അതും എപ്പോഴും കരച്ചിലാണല്ലോ എന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ ശരിയാന്ന് തോന്നി. കാരണം എപ്പോൾ നോക്കിയാലും ഞാൻ കരച്ചിലാണ്. ഈ സവാള ഞാൻ എത്ര കാലമായിട്ട് അരിഞ്ഞിട്ടും ആദ്യം ഉള്ളിവട തൊട്ട് ഇന്നിതാ ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നതിൽ വരെ ഈ സവാള ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സവാള ഞാനുമായിട്ട് ഒരിക്കലും യോജിക്കുന്നേ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ കണ്ണിൽ വെള്ളം വരുന്നതൊന്നും പ്രശ്നമില്ല, തലവേദനിക്കും, അതാണ് പ്രശ്നം. ഒരു ദിവസം പോക്കാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വഴക്ക് കിട്ടിയിട്ട് ആഞ്ജനയുടെ അടുക്കളയിലാണ് ഞാൻ കയറിയത് പാചകം ചെയ്തത്. അപ്പോൾ ഈ സവാളയുടെ ഉള്ളിയും തൊലിയും മൊത്തം ഞാൻ അവിടെ വലിച്ചുവാരി ഇട്ടപ്പോൾ അഞ്ജന വന്നപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ എൻ്റെ അടുക്കളയിൽ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ആക്കി വെച്ചതെന്ന്. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി? അല്ല മൊത്തം ഇവിടെ അത്രയും ചവറാണല്ലോ, ഞാനിനി എൻ്റെ അടുക്കള വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വളരെ ചൂടായി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് ഈ ഉണ്ടാക്കണം എന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോൾ ഉള്ളിയെല്ലാം എന്ത് സാധനമായാലും പെട്ടെന്ന് വലിച്ചു വാരിയിടും. പക്ഷേ ഞാൻ സാധാരണ എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഇവിടെ ഒരു ചൂലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് നീറ്റാക്കി വയ്ക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സമയത്തിൻ്റെ പ്രശ്നം വളരെ ഇതുകൊണ്ട് പിന്നെ ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കായിരുന്നു. അത് കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അഞ്ജന എൻ്റെ അടുത്ത് ചൂടായി. ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എല്ലാം ചിക്കനാണ്. എത്ര തിന്നാലും മടുക്കാത്തൊരു വിഭവം തന്നെയാണ് ചിക്കൻ. കാരണം നമ്മൾ എത്ര പ്രാവശ്യം എപ്പോഴും ഹോട്ടലിൽ ചെന്ന് കയറിയാലും എവിടെ പോയാലും നമ്മൾ ഒരു കല്യാണത്തിന് പോയാലും അവിടെ ഫ്രൈഡ് റൈസും ചിക്കനും അപ്പവും ചിക്കനും, ഒരു ഹോട്ടലിൽ കയറിയാലും അവിടെ ചിക്കൻ്റെ പലതരത്തിലും. പക്ഷേ എത്ര കഴിച്ചാലും മതിവരാത്തൊരു സാധനം തന്നെയാണ് ചിക്കൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്. ചിക്കൻ വെച്ചുള്ള ഫ്രൈഡ് റൈസ്, ബിരിയാണി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന്, ഞങ്ങളുടെ വീട്ടിലാണെങ്കിലേ ചിക്കൻ വെച്ച് കറി ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വെക്കില്ല, ചിക്കൻ മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല. ഇനി നമുക്ക് അവിടെ ആരോ ചന്ദ്രികയിലൊക്കെ അലിയുന്നുണ്ട്. നിഷ ചേച്ചി തലയും കുത്തി വീണിട്ട് അവിടെ നിന്ന് ചന്ദ്രികയിൽ അലിഞ്ഞ് പൊങ്ങി വന്നു. നിഷ ചേച്ചിയാണോ അലിയണത്? പക്ഷെ എന്തെങ്കിലും ഫസ്റ്റ് കുക്ക് ചെയ്ത് കഴിയും കേട്ടോ അവിടെ. അപ്പോൾ നമ്മളതൊന്ന് കണ്ട് അലിയാൻ നിൽക്കണ്ട, നമുക്ക് നമ്മളെ പണിയെടുക്കാം. ഇന്നെൻ്റെ അയൽവാസി സജിതയാട്ടോ, പക്ഷെ വളരെ സീരിയസ് ആണേ സജിത, ഒന്നും മിണ്ടുന്നില്ല. തെയ്യത്തോം ആരാണെന്ന് ഞാൻ മറന്നു. കുറച്ച് വെളുത്തുള്ളി കൂടെ തരുമോ? എനിക്ക് തരുമോ? വിളിച്ചു തരുമോ? എൻ്റെ കൈ മുറിഞ്ഞ പണി നടക്കുന്നില്ല. മതി, തൽക്കാലം കുറച്ച് തന്നെങ്കിൽ എൻ്റെ പരിപാടി നടക്കും. ഇഞ്ചി കുറേ വേണമെങ്കിൽ ഞാൻ ചുരണ്ടി വെച്ചത് ഞാൻ എൻ്റെ ഒരു മണിക്കൂർ. എനിക്ക് അത്ര എളുപ്പമുള്ള പണിയാണ്. എന്തറിയോ, ഒരു മണിക്കൂറിന് പോയത് പോലെ എല്ലാവരും കൂടി ചേച്ചിയുടെ കഴുത്തിൽ കത്തി വെക്കണം. അല്ല സോറി, എന്തൊരു നല്ല സ്നേഹമുള്ള അയൽവാസി ഇങ്ങനെ വേണം. ആ 12-ൽ ആ 11 കണ്ടസ്റ്റൻസിൽ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് 12 ബാക്കി 10. പക്ഷെ ഇല്ലേ, ഇതിൽ ഞാൻ അത് അവളുടെ ഐറ്റം കൊളാവണ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അല്ല എടുത്ത അല്ലാറസൂലിനെയും കഴിഞ്ഞെനിക്കെല്ലാത്തിനും സഖിയാനോരേ എന്തെന്ന ഭൂവരിൽ
സുന്ദരമാനിതമാരേ. സത്യമാ പഠിച്ചോനെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഷമ്മാസ്ക. അതാണ് എൻ്റെ ലൈഫ്. മനസ്സിലായോ? എന്താ ആലോചിക്കുന്നത്? ഈ പൊളിയായിട്ടുണ്ടല്ല, നല്ല വോയിസ്. ഭർത്താവിന്റെ പേരിലല്ലേ ഭാര്യ അറിയപ്പെടേണ്ടത്. ഞാൻ തലശ്ശേരിയുടെ മരുമോള് തന്നെയാ. സമ്മാനം കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത്, കുക്കിംഗ്. അത് കിച്ചൺ മാജിക്കിൽ നിന്ന് സജിത ഷമാസ് പഠിച്ചിട്ട് പോകുള്ളൂ. എന്ത് പറയുന്നു ചേച്ചി? ഏത് ചേച്ചി? ഞാൻ ഇവിടെ ഉള്ളവരെ പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ പാചകം. പറയിപ്പിച്ചു. കൊയിലാണ്ടിയും കോഴിക്കോടൊക്കെ പറയിപ്പിച്ചു. അല്ലെങ്കിൽ സരികേച്ചി ഇങ്ങനെ തന്നെയാ. കഴിക്കണം. ഓ ശാന്തമൊട്ടാണോ? ഓവർ ആവണ്ട. ഞാൻ പാട്ടിന് പിന്നെ പാടുള്ളൂ. പണിയുണ്ട്. പക്ഷെ നല്ല കുശുമ്പികളുണ്ട്. അല്ല, നല്ല സൗണ്ട്. ആദ്യം പാടിയ പാട്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഞാനാണ് സിനിമയ്ക്ക് വേണ്ടി പാടിയത്. ആജാ നച്ചിലെ സിനിമ പാട്ടാണത്? സിനിമ പേരോ? ഓ ചേച്ചി ആണോ? സിനിമ പേര്. സിനിമ പാട്ടില്ലേ പിന്നെ? കൊള്ളാം. അല്ല, സിനിമയുടെ പേര് അതൊന്നും അല്ല, വേറെ ഏതോ മറന്നുപോയി, തെറ്റിപ്പോയി. എന്തെങ്കിലും ആട്ടെ, ഊട്ടി അല്ലെങ്കിൽ ചട്ടി. കയ്യേ മുറിഞ്ഞ കാരണം നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഇന്നും വെറുതെ തിളക്കട്ടെ. മോഹിക്കുമല്ലോ. ഈ സരികേച്ചി കുശുമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഓർക്കസ്ട്ര ഉണ്ടതാ പക്ഷേ താളറിയാത്തോണ്ട് അസ്ഥാനത്ത് കയറി മുട്ടിയതായിരുന്നു. സരികേച്ചി സത്യം പറയട്ടെ, എന്റെ വലിയ ആഗ്രഹമായിരുന്നു സരികേച്ചിന്റെ എന്താ പറയാ ഒപ്പം നിന്നൊരു കുക്ക് ചെയ്യണോ. അല്ല, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തൊട്ട് ആഗ്രഹം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല പാട്ട് കേൾക്കാം, പറയിപ്പിച്ചു. നല്ല സുഖമുണ്ട്. കാരണം മറ്റേ ഞാൻ തന്നെ പാടി, മറ്റേ ജയൻ പറയുന്നല്ല, മറ്റേ ഒരു കുട്ടീനെ ജയന്റെ മിമിക്രി പഠിപ്പിക്കുക. അപ്പോൾ മറ്റേ ഇങ്ങനെയൊക്കെ തന്നിട്ട് ഷജീന്ന് പറയും. അപ്പോൾ അവനെങ്ങനെ നടക്കുന്നില്ല, അവന് നടത്താൻ പറ്റുന്നില്ല, ശബ്ദവും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണം, ശബ്ദവും എടുക്കണം. അപ്പോൾ പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ പറ ഡെവലപ്പ് പറയും രണ്ടും കൂടെ പറ്റൂല. അതുപോലെ പാചകവും പാട്ടും എനിക്ക് ഇടയ്ക്ക് പറ്റില്ല. പക്ഷെ ഇപ്പം നല്ല സുഖമുണ്ട്. ഇത് പാചകം ചെയ്യാം, അവിടുന്ന് പാട്ടും കേൾക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ചു. കടുക് ഇടുക. കുറച്ചുകൂടെ അങ്ങിട്ടേക്കാം. സ്വാഹ. അതൊക്കെ പൊട്ടിത്തെറിക്കണമെന്ന് തോന്നുന്നു. കടുക് പൊട്ടി. ഒരു ഷോയ്ക്ക് കുറച്ച് ഉലുവയിടാം. അതും ഉലുവയും ഇതായി. ഇനി നമുക്കതിലേക്ക് സവാള. യോ, തീയോണ്ടുള്ള കളിയാണ്, വിളിക്കല്ലേ പുറകിൽ. അപ്പോൾ ഈ ഉള്ളി വഴറ്റാന്ന് പറയണതിലാണ് നമ്മളെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ലോണം വഴറ്റണം. അപ്പോൾ ഇത് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ഇത് തിരി കുറച്ചോ. ഉപ്പില്ല, ഉപ്പ് നമുക്ക് ആരുടെ കടഞ്ഞു വെച്ചിട്ട് ഓടി തരാം. അയ്യോ, ഉപ്പില്ല. ഇത് ഞാൻ എടുക്കട്ടെ. എന്നാല് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് ഉള്ളി വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അത് അവിടെ നിന്ന് വഴന്നോട്ടെ, കാരണം കുറേ നേരം എടുക്കും. ഒരുവിധം എല്ലാം കളിക്കിയൊക്കെ വെച്ചു, അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചിക്കൻ വേവിക്കാം. ചിക്കൻ ഒരു സൈഡിൽ നിന്ന് വേവുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റിയെടുക്കാം. കാല് കിട്ടിയിട്ടുണ്ട്, നമുക്കത് തന്നെ ആദ്യം രണ്ടാമത്തെ കാല് കിട്ടിയിട്ടുണ്ടേ. ശരിക്കും കോഴിക്ക് എത്ര കാലം ഉള്ളത്? രണ്ടല്ലേ? രണ്ടാണോ നാലാണോ? രണ്ട്. സരിക, ഓ, കോഴിക്ക് എത്ര കാലം ഉള്ളത്? 5.
ചാവോ? രണ്ടല്ലേ ഉള്ളൂ? സീരിയസ് ആയിട്ട് പറ. കൊയിലാണ്ടിയുള്ള കോഴിക്കൊക്കെ 2 ഉള്ളൂ. തലശ്ശേരിയിൽ എത്ര ഉണ്ട് കോഴിക്ക് കാല്? ഞാൻ ഇന്ന് സത്യം പറഞ്ഞ കോഴി നടക്കണതാണ്. ഞാൻ നോക്കിയപ്പോ 2 കാല് കിട്ടി. പക്ഷെ ഇനി ഞാൻ 2 കൈയില്ലേ? കാലല്ലേ? 2 കാലും ഉണ്ട് 2 കൈയും ഉണ്ട്. അത് കാലായിട്ട് കൂട്ടാം അല്ലേ? അങ്ങനെ പറയാ. അങ്ങനെ കിട്ടൂ. എന്തായാലും 2 ഉള്ളൂ. 2 കാല് 2 കൈ. 4 ഉണ്ടോ? ഓ 2 കാല് 2 കൈ ഇങ്ങനല്ലേ കോഴി പോലെ? അയ്യോ എനിക്ക് ആ കൺഫ്യൂഷൻ ആയിട്ടാ. കോഴിയൊക്കെ കേട്ടു ചിറകാണ്. എന്തുവായി പറയും? 2 കാലല്ലേ ഉള്ളൂ. ആയിരിക്കും. ചോദിച്ചോക്കായിരുന്നു കണ്ടിരുന്നെങ്കിൽ. അയ്യോ എനിക്കൊരു കാര്യം ആള് ചിരിച്ചു പോയി. കഴിഞ്ഞ സെഗ്മെന്റിൽ ഒരു സംഭവം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കേൾക്കുന്നുണ്ട് സരി കേട്ടി പോയി. ഓ കഴിഞ്ഞ സെഗ്മെന്റിൽ ഒരു സംഭവം ഉണ്ടായപ്പോഴേ ആ സംഭവം ഞാൻ പറയുന്നില്ല. സംഭവം പറയാതെ എങ്ങനെ ചിരിക്കുന്നത്? ഞാനും കൂടെ ചിരിക്കണമെങ്കിൽ സംഭവം പറഞ്ഞാലേ ചിരിക്കാൻ പറ്റുള്ളൂ. അറിയാതെ എന്താണ് അത് വേണ്ട. കിച്ചന്റെ പ്രശ്നം. കിച്ചൻ അടുക്കള നശിപ്പിച്ചത് മറ്റേ ഇതാണോ? മൈച്ചെക്ക് ഒരാൾ മൈക്ക് എടുത്തിട്ട് ഹലോ മിസ്റ്റേക്ക് വെളുത്തുള്ളി തന്നെ. ഇവിടെ എല്ലാം വെള്ളമാ മൊത്തവേ. ഇന്നലത്തെ എണ്ണ ആകെ 4 5 പോട്ടെ തന്നേല്ലേ. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റുക. അത് അവിടെ നിന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞപ്പൊടി, സരിക ഇതെന്ത് ചിക്കനാണ്? ഒന്നും ആയിട്ടില്ല. ഇത് ഒന്നും ആയിട്ടില്ല. ഇല്ല അവിടെ ഇത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഉണ്ടോ? സമാസമം. വെളുത്തുള്ളി ഉണ്ട്. കുറച്ച് ചെറിയ ഉള്ളി കൂട്ടിയിട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട്. ടൊമാറ്റോ പിന്നെ ചിക്കൻ്റെ കഷ്ണങ്ങൾ, പച്ചമുളക്, മല്ലിപ്പൊടി. എന്താണ് ഉണ്ടാക്കുന്നത് ആക്ച്വലി? അതായത് ഇങ്ങനെ പെരട്ടിയെടുക്കുക. തീരെ വെള്ളം വെക്കാണ്ട് പെരട്ടിയെടുത്ത് സാധാരണ എല്ലാവരും വെക്കുന്നുള്ളൂ. എന്നിട്ട് അതിന് കുറച്ച് തേങ്ങ വറുത്തിടും. ഒലർത്തിയിടും അല്ലേ? ബീഫ് ഒലർത്തൊക്കെ മാതിരിയോ? ഇത് അമ്മ കണ്ടുപിടിച്ച ഒരു വിഭവമാണ്. അത് മാറ്റിക്കൊണ്ട് വന്നിരിക്കുമല്ലേ? അതിന് അമ്മ എടുത്ത് പഠിച്ചതൊന്നും അറിയില്ല. ചിക്കൻ്റെ വിഭവങ്ങൾ പിന്നെ ടേസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതെന്ന് വെച്ചാൽ ചിക്കൻ എല്ലാവരും ഒരുപോലെ പല പല ചിക്കൻ ഉണ്ടാക്കുമ്പോഴേ സ്വാദിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. ഇന്ന് നല്ല പട്ടത്തി ലുക്കാണല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഒരു തൈര് സാധനം മതിയായിരുന്നു അല്ലേ? ചിക്കൻ്റെ ഐറ്റം ഒക്കെ മാറ്റിയിട്ട് വേണ്ടിയിരുന്നില്ല. അല്ലേ ചിലപ്പോൾ ഇത് വെച്ച് വരുമ്പോൾ അത് നോണെല്ലാം കൂടെ വെജാവുമെന്ന് പറയാൻ പറ്റില്ല. കൂട്ടത്തിൽ തൈര് സാധനം വേണ്ടി വരും. കുറച്ച് മുളകും മല്ലിയും വറുത്തിടാം. അപ്പോൾ ആദ്യം വേണ്ടത് മല്ലി വറക്കാം. ലേശം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഒരു തിരി കുറച്ചിട്ടുണ്ട്. ഒരു 4 സ്പൂൺ. 1 2 3 സ്പൂൺ മതി. 3 സ്പൂൺ ഇട്ട് 2 3 4 5 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇത്തിരി എരിവിൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് ഇത്ര. ഇത് ഞാൻ മൊത്തം ഇതിലേക്ക് ഇടൂല, ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ. ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ മുളക് കുറച്ചെടുത്തിട്ട് നമുക്കിതിൽ കുഴയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതുകൊണ്ട് കുഴയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അതിലൊക്കെ ഒഴിക്കുന്നത്. കുഴച്ച് വെച്ചിട്ടുണ്ട്. സവാളയുടെ സ്ഥിതി നോക്കാം. ഈ മസാല ഇതിലേക്കിടാം. തക്കാളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇടാം. ചിക്കൻ മസാല ഇട്ടിട്ട് ഉപ്പിടാം. കാരണം ചിക്കൻ മസാലയിൽ കുറച്ച് ഉപ്പുണ്ടാവും.
കരിവേപ്പിലയും കൂടെ ഇടാം. അയ്യോ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇടേണ്ടത്. ഇതിപ്പോൾ ഒരുമാതിരി പിച്ചിപ്പറിച്ചിടുന്ന പോലെ. ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ തേങ്ങ വറുത്തിടാം. ഈ തേങ്ങ ഇതിൽ വറക്കാം. വേണമെങ്കിൽ ഒന്ന് മണത്തിട്ടൊക്കെ പൊയ്ക്കോ. നമ്മുടെ നാടൻ ചിക്കൻ കറി ആണോ? ഓ, കഴിച്ചിട്ട് പോ. ഇതിനകത്ത് ചൂടോടെ കഴിക്കേ. ഒക്കെ അങ്ങനെ വല്ല തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ചൂടണ്ടേ, മുറിച്ച് കട്ട് ചെയ്ത് കളിക്കാൻ. നമ്മൾ എന്തുണ്ടാക്കിയാലും ആദ്യം ഗണപതിക്ക് കൊടുക്കണമെന്ന് കേൾക്കാറില്ലേ? എൻ്റെ ഇഷ്ടദൈവം ഗണപതിയാ. അതാ നല്ലൊരു എന്താണ് കേട്ടാ. അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല സമയത്താണ് എത്തിയത്. ഇതങ്ങോട്ട് ഇടാനുള്ള നേരമായി. ഇങ്ങനെ മണം നല്ല മണം, ഗുഡ് സ്മെൽ, നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് കോയിന്റെ മണം. ഇനി ഇതിലേക്ക് എന്താ സംഭവിക്കാൻ പോണത്? വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ചെറിയൊരു രസത്തിന്റെ മണവും കൂടെ വരുന്നുണ്ട്. എന്താണ് അങ്ങനെ? പിന്നെ ടൊമാറ്റോയും എല്ലാം കൂടി ഒരു മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഇവരുടെ സാന്നിധ്യത്തിൽ ഞാൻ കർമ്മം ചെയ്തു. ഈ കോഴിയുടെ പേരെന്താണ്? ഈ കോഴിയുടെ മറന്നുപോയല്ലോ, പേരിട്ടിട്ടില്ല. ഇല്ല, ഇടാൻ പോണേ ഉള്ളൂ. നാമകരണം ചെയ്യാം. പെരട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പെരട്ടിയെടുത്തെന്ന് പറയാം. ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴേക്കും ഒരു പേരിടും. അല്ലേ? നമുക്ക് അതിന് മുന്നേ ഇട്ടേക്കാം. സവാള പാട് വിട്ടത് നോക്കി, പാട് വിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇത് സമയം പ്രശ്നമായതുകൊണ്ട് നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കാം കേട്ടോ. പഞ്ചാബി ചിക്കൻ എന്തെന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ അത് പഞ്ചാബി ആവോ, കേരള ആവോ, കാശ്മീരി ആവോ എന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇത് മിക്സിയിലിട്ട് അടിച്ചു വയ്ക്കാം. ആദ്യം നമുക്ക് എന്തടിക്കാം? വെളുത്തുള്ളി കഴിഞ്ഞിട്ട് ഇഞ്ചി. വെളുത്തുള്ളി ആദ്യം അടിക്കാം. ഇഞ്ചി അരച്ചു വെച്ചു, വെളുത്തുള്ളി അരച്ചു വെച്ചു. ഇനി നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ 3 മല്ലിപ്പൊടിയല്ല, മല്ലിയാണ് 3. കുറച്ച് വലിയ സ്പൂൺ തന്നെ എടുക്കാൻ പറഞ്ഞത്. അപ്പം നമുക്ക് 1 സ്പൂണും കൂടെ ഇടാം മല്ലിപ്പൊടി. മുളക് പൊടി 1 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ജീരകം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചു. ഇന്ന് എനിക്ക് ഒരുപാട് സാധനങ്ങൾ അരയ്ക്കാനുണ്ട്. ആദ്യമൊക്കെ ഈ അരച്ച് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ജോലി തീർത്താലേ പിന്നെ നമുക്ക് ബാക്കി കുക്ക് ചെയ്താൽ മതി. എല്ലാം എപ്പോഴും ലക്ഷ്മി ചേച്ചി പറയും ബിരിയാണിയിൽ നല്ല എന്ത് സാധനം ഉപ്പില്ല കുറച്ച് കുറവാന്ന് പറയും. പക്ഷെ ഞാൻ എന്താണെന്ന് അറിയാം ഉപ്പിട്ടാൽ എപ്പോഴും കൂടിപ്പോവും. ഒന്നീ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് കേട്ടിട്ട് അതുപോലെയാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ അതിന് ഉപ്പിടാത്തത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഉപ്പിട്ടപ്പം ഇനി നമുക്ക് തേങ്ങയും കാഷ്നട്ടും കൂടെ അരച്ചു വയ്ക്കാം. ഇവിടെ കാഷ്നട്ട് വെച്ചാലേ
കാണേയില്ല കേട്ടോ. നമ്മളങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഇവിടെ മറ്റുള്ളവരൊന്ന് എടുത്തോണ്ട് പോകും. ഇതുകൂടെ അടിച്ചു വെക്കേ. കുറച്ച് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വഴിച്ച് ഫുള്ളെടുക്കാം. കാരണം കാഷ്യൂനട്ട് തേങ്ങ, ഇപ്പം തേങ്ങയുടെ വില അറിയാമല്ലോ. എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ അടുത്ത് തന്നെ വയ്ക്കും. കാരണം എന്താണെന്നറിയാമോ, താഴേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ചില സാധനങ്ങൾ ഇടാൻ മറന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. ബിരിയാണി ഉണ്ടാക്കിയ സമയത്തെ വെളുത്തുള്ളി എടുത്ത് അടിയിൽ വെച്ചിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് സരിക എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി വെളുത്തുള്ളി ഇട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല എന്ന്. ഇങ്ങനെ രണ്ടാമതാണ് വെളുത്തുള്ളി ഇട്ടത്. അതുകൊണ്ട് ഇനി എനിക്കൊരു അബദ്ധം പറ്റൂല. എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിരത്തി വെച്ച്. ഞാനിപ്പോൾ പഴയ പോലെയൊന്നും അല്ല കേട്ടോ, വളരെ സീരിയസാണ്. ഞാൻ പാചകത്തിലേക്ക് വളരെ സീരിയസ് ആയി. ഇനി നന്നാവാന്ന് വിചാരിച്ചു. ഇത്രയും കാലം ഉഴപ്പിയൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പാചകത്തെ കാണുന്നത്. ഈ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് തൈരിലിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ സാധാരണ ചിക്കൻ കറി പോലെ അല്ല കേട്ടോ, പഞ്ചാബി ചിക്കൻ കറിയാണേ. ചിക്കൻ അവിടെ കഴിച്ച് വെച്ച് കുക്കറിൽ വെച്ച് ഇനി നമുക്ക് നെയ്യിട്ട് ഇതിനെ എല്ലാ സാധനങ്ങളെ ഒന്ന് വഴട്ടിയെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് നെയ്യിൽ തുടങ്ങാം, എന്നിട്ട് നമുക്ക് കൂടുതൽ. ഇവിടെ ഞാൻ വേറെയൊക്കെ എടുത്തത് 2 മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ 2 ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചാൽ 2 മാറ്റി വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇതുവരെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു. അടുപ്പ് കത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ചെയ്തതെന്ന് നെയ്യിട്ടിട്ട് ഉരുകാത്തെന്നു. നമുക്ക് അടുപ്പ് കത്തിയിട്ടില്ല. ഈ പഞ്ചസാര എന്നെ എത്രാമത്തെ പ്രാവശ്യം പറയാം പേടിപ്പിക്കണം. മതി പേടിപ്പിച്ചത്. പഞ്ചസാരയാണോ അത്? പഞ്ചാബി ചിക്കൻ. യെസ് ചേച്ചി, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. തൈരിലാണോ പിന്നെ ഗാർലിക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അറിയാല്ലേ ചേച്ചിക്കല്ലോ, നല്ല ആളിൻ്റെ അടുത്താ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്കൊരു ഡൗട്ട് എന്താണെന്നറിയാമോ, ഈ പഞ്ചസാര നെയ്യിലാണോ ഡാൽഡയിലാണോ? നെയ്യിലാണ് ഞാൻ ഇട്ടത്. ഡാൽഡ മതിയായിരുന്നു. അല്ലല്ല, ഞാൻ അങ്ങനെ ചോദിച്ചേ ഉള്ളൂ. മെൽറ്റ് ആവുമോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായി. ഞാൻ ചേച്ചിയോട് ചോദിക്കാതിരിക്കായിരുന്നു. അതിന്റെ കറക്റ്റ് ടെമ്പറേച്ചർ ആയപ്പോൾ അത് ശരിയായി വന്നു. ഇത് ചെയ്തോലെ എനിക്കെന്തോ ഫസ്റ്റ് കിട്ടും തരാത്തെ. എന്തോ ഒരു എന്താ പറയാ, ഒരു ഭാഗ്യക്കേട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നല്ലേ. ഇതുവരെ ഫസ്റ്റിൽ എത്താൻ പറ്റിയിട്ടില്ല. ഇതുവരെ ഫസ്റ്റ് കിട്ടിയിട്ടില്ല. 3rd, 2nd ഇങ്ങനെ മാറി വന്നോണ്ടിരിക്കുക അല്ലേ. പഞ്ചാബി ചിക്കൻ എങ്ങനെ വരുന്നത് നോക്കാം അല്ലേ. നോക്കി അതോട് വലിയ സംസാരമൊന്നും ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇത് ചെയ്യാണ്. ഓക്കെ, ഇത് സവാളയും കൂടി ചേർത്തിട്ടല്ലേ അരച്ചിരിക്കുന്നത്? അതിലേക്ക് നമുക്ക് കറുവാപ്പട്ട, ഏലക്ക. ഏലക്കൊക്കെ ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. 5 വീതേ ഉള്ളൂ. മൂത്ത് വന്നു കേട്ടോ. നമുക്കിനി അടുത്ത് ഇതിലേക്ക് ഇഞ്ചിയും നുള്ളു മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ടു. കേട്ടോ മൂപ്പിച്ചോ മണം വരുന്നുണ്ട്. ഞാനിത് ശരിക്കും ഒരു ബുക്കിൽ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കിയില്ല, വീട്ടിൽ ചെയ്ത് നോക്കിയില്ല, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുവപ്പട്ടയെ ഏലക്ക ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും മഞ്ഞളും കൂടി ഇട്ടിടുന്നത് ഒരു മൂപ്പിച്ചൊരു മണം വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര വിശ്വാസം വന്നില്ല. പക്ഷേ കറക്റ്റായിരുന്നു ആ മണം വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ സവാള, മല്ലി, ജീരകം എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ നമ്മൾ തൈരും ഗാർലിക്കും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് കുറച്ച് എനിക്കൊരു അനുഭവം കിട്ടിയതുകൊണ്ട് ഞാൻ ഉപ്പിടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റേ ഞാൻ ഉപ്പിടും. എന്തായാലും ഞാൻ ഉപ്പിടില്ല. ഒരു പ്രാവശ്യം ഉപ്പില്ല എന്നുള്ളത് പരാതിയായി. രണ്ടാമത് ഉപ്പ് കൂടിപ്പോയി. സത്യമായിട്ട് അത് കൂടിപ്പോയി. ഞാൻ കഴിച്ചതാണ്, ഭയങ്കര കൂടുതലായിരുന്നു.
ഞാൻ ഉപ്പിട്ടില്ല. അയ്യോ സോറി ചേച്ചി, ഉപ്പിട്ടില്ല. ഉപ്പ് കൂടിപ്പോയി, അതെനിക്ക് പേടിയാ. ഉപ്പിട്ടിട്ടില്ല. പക്ഷേ പേടിക്കൊന്നും വേണ്ട, ഇച്ചിരി ഉപ്പും കൂടെ വേണം. അല്ല വേറെ എന്തെങ്കിലും ജീരകം കുറച്ച് കൂടുതൽ വയ്ക്കുന്ന. ജീരകത്തിന് ചുവയുണ്ട്, പക്ഷെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും അല്ലേ? ഇനി തക്കാളിയൊക്കെ ആഡ് ചെയ്യണം. പുളി കൂടാൻ നോക്കണം. ഓക്കെ ഓക്കെ. ഈ തൈര് മതിയാക്കി ഒഴിച്ചത്. ഇത് പഞ്ചാബി ചിക്കൻ കറിയാണ്. നോർത്ത് ഇന്ത്യൻ. അതെവിടെ പോയി പഠിച്ചു? ഞാൻ ഒരു ബുക്കിലല്ല, പഞ്ചാബിലല്ല. ഇന്നലെ ഞാൻ ഒരു സ്നാക്സാണ് ശരിക്കും പഠിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലോ പാടില്ല എന്ന് പറഞ്ഞു, സ്നാക്സ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ചെന്ന് തപ്പി ഉണ്ടാക്കിയതാണ്. ചേച്ചി എന്തായിരുന്നു? ഞാൻ കണ്ടല്ലോ. ശകലം പൊടി കൂടി പോയോന്നുണ്ടോ? കണ്ടിട്ടാണ് പിന്നെ ഞാൻ പറയില്ല, അങ്ങനെ മറന്ന കാര്യം ഞാൻ പറയില്ല. എനിക്കിവിടെ ഞാൻ ഉള്ളിയിടാൻ മറന്ന കാര്യം പറയേ, എന്നിട്ട് വേണേൽ ടെലികാസ്റ്റ് ചെയ്യാം. എന്താണെന്നറിയോ, എല്ലാ സാധനങ്ങളും ഇതുപോലെ മുന്നിൽ നിരത്തി വെച്ചാൽ നമുക്ക് ഓർമ്മ കാണും. നമ്മളിത് വീട്ടിലൊന്നും ചെയ്യുന്നതല്ലല്ലോ, ഇവിടെ വന്നിട്ടല്ലേ. ഇതൊക്കെ എടുത്ത് മാറ്റി അടിയിലൊക്കെ വയ്ക്കുമ്പോഴാണ് ഓരോ സാധനങ്ങളും മിസ്സായി പോകണം. കുഴപ്പമില്ല, നമുക്ക് സവാള അത് കഴിഞ്ഞിട്ട് വിട്ടാലും കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ ഉപ്പിടാൻ പോകുന്നു. ചേടാ കൂടിപ്പോയാലും ചേച്ചി ജോലി കഴിഞ്ഞോ ചേച്ചി? ഞാൻ കഴിഞ്ഞിട്ട് 3/4 മണിക്കൂറായി. വേണോ? പ്ലീസ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി. കൈ പൊള്ളിക്കരുത്. ടേസ്റ്റ് ചെയ്തിട്ട് പോയാൽ എന്ത് കറി വെച്ചാൽ ആർക്കും വേണ്ട. വൈരാഗ്യമുള്ള കക്ഷിയാണ്, കൈ മനഃപൂർവ്വം പൊള്ളിക്കും. അല്ല വൈരാഗ്യമില്ലാത്ത സത്യം പറ, സത്യം പറ. തെറ്റും അക്ഷരം നമ്മൾ കല്ല് വരില്ല സംസാരിക്കുമ്പോൾ. ഇവിടെ ഒരേ പാട്ടൊക്കെ ആയിരുന്നല്ലോ അപ്പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു? എനിക്കിപ്പോ പാടാതിരിക്കാൻ പറ്റണില്ല. വീട്ടിൽ ചെന്ന് പാചകം ചെയ്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ പാട്ട് പാടും. പുറത്താക്കും. ഞാൻ സത്യം പറയാൻ ചേച്ചി, എന്താണെന്നറിയോ, നമ്മളിവിടെ പച്ചമുളക് വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് എന്തെടുത്താലും എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. 5 പച്ചമുളക് കഴുകി വെച്ചു. വെളുത്തുള്ളി ആണല്ലേ? അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സത്യം പറഞ്ഞാൽ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താ ചേച്ചി ഉണ്ടാക്കിയത്? എന്താ എനിക്ക് അയൽവാസിയായിട്ട് എൻ്റെ അക്ഷരം മിണ്ടുന്നില്ല. എനിക്ക് 2 അയൽവാസികളുണ്ട്. അത് പാവല്ലേ, മറ്റേ ഡിംപിള് എന്ത് പറഞ്ഞ്? ഡിംപിള് പാവം കോൺസെൻട്രേഷൻ പോകും. ഇടയ്ക്കിനോട് സംസാരിക്കേ ഡിംപിള്, ചേച്ചി എന്താ പറയണേ, ചേച്ചി എന്താ പറയണ, പാട്ടാണോ ചേച്ചി, എന്താ ചേച്ചി ഇങ്ങനെ, അയ്യോ മല്ലിപ്പൊടിയാണ് മുളക് പൊടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി ഞാൻ സരിയായിട്ട് ഭയങ്കര സംസാരം. പക്ഷെ ഞാൻ ഇന്ന് മിണ്ടിയില്ല. എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ എനിക്ക് മണ്ടത്തരം വെളുത്തുള്ളി ചേർത്തില്ല. എന്നിട്ട് ഇന്നും പറ്റി. അത് അവർക്ക് മാത്രമേ അറിയാം. ഇന്ന് എനിക്കൊരു പറ്റി ഞാൻ പറയൂല. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടതല്ലേ? കഴിഞ്ഞ എപ്പിസോഡ് പുള്ളിക്കാരി സവാള ചേച്ചി ഇങ്ങനെ പറഞ്ഞാണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷ്മി ചേച്ചി ഇത് കണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് തരാത്തത്. അല്ലാതെ എൻ്റെ പാചകം
നോക്കിക്കോ എൻ്റെ വാശിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പ്രോഗ്രാം കൊണ്ട് ഏറ്റവും ഗുണം ചെയ്യേണ്ട സംഗീതക്കാരിക്കും ആ ജീവിതത്തിൽ ഇന്നേ വരെ കുക്ക് ചെയ്യാത്ത ആള് കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്കാണ് പ്രൈസ്, നിനക്കല്ല പ്രൈസ് വീട്ടുകാർക്ക്. പക്ഷെ സത്യം കേട്ടോ ഇപ്പം ഭയങ്കര ടെൻഷനാണ്. കുട്ടിയുടെ കാര്യമൊക്കെ മറന്നുപോയി. പാചകം ഇങ്ങനെ നന്നാക്കാൻ പാടുന്നുള്ളതാണ്. അയ്യോ, എന്ത് പറ്റി? ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ജോലി കഴിഞ്ഞു, ബാക്കി വന്ന ചിക്കൻ എല്ലാവർക്കും പൊരിച്ചു കൊടുക്കാൻ വിചാരിച്ചു. എനിക്കും തരണേ കേട്ടാ. പഞ്ചാബി ഇതാ എൻ്റെ ബല്ലെ ചിക്കനാ. ചേച്ചി ഓരോ റെസിപ്പി എഴുതി കൊടുക്കും, ഇവരെ ഓരോ കാര്യം പഠിക്കും. ചേച്ചി റെസിപ്പി ആണോ? ചേച്ചിയുടെ ഞാനൊരു സത്യം പറയാം. പറഞ്ഞോളൂ. ഞാൻ ഒരു കടയിൽ ബുക്ക് വാങ്ങാൻ പോയി, ഇത് പാചകത്തിന്റെ. അപ്പൊ ഇങ്ങനെ ചേച്ചിയുടെ ബുക്സ് ഇങ്ങനെ പുറത്തിങ്ങനെ അടുക്കി വെച്ചൊക്കെയാണ്. അപ്പൊ ഞാനിങ്ങനെ എടുത്തു, ഇത് നിറച്ചു വെക്കുമ്പോ അതിലൊരു പഞ്ചാബി ചിക്കൻ കണ്ടു. മോശമാകില്ല. അതാണ് ഞാൻ കറക്റ്റ് പ്രൊസീജിയർ. ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാരണം ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഞാൻ അപ്പം ഒന്നും മിണ്ടിയില്ല. വെളുത്തുള്ളി അരച്ചത് തൈരിലാണോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? കാഷ്യൂനട്ട് തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റേ നമ്മൾ വേറെ മിക്സ് ചെയ്തതിൽ സവാള ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ചേർത്തിട്ടുണ്ടോ? പിന്നെ സവാള അരച്ചതുണ്ട്. പിന്നെ അതുപോലെ ഞാൻ അതാണ് ഡാൽഡയിലാണോ അത് ചെയ്യുന്നത്, അതിന് വരെ നെയ്യാക്കി. അത്ര ഉള്ളൊരു വ്യത്യാസം. ഞാൻ അവിടെ ഡാലിൽ നോക്കിയിട്ട് അപ്പോൾ കണ്ടില്ലേ. അപ്പം അതാണ് പഞ്ചസാര അലിയോന്ന് വെച്ചാൽ ആദ്യമേ ഡാൽഡയിൽ ആണ് പഞ്ചസാര കണ്ടപ്പോഴേ എനിക്ക് എനിക്ക് പേടിയായിപ്പോ ചേച്ചി ഇനി എന്തെങ്കിലും സംഗതി കത്തിയത്. കുഴപ്പമില്ല സർ. നോക്കണം, എനിക്ക് നോക്കിയാലേ പറ്റുള്ളൂ. പഞ്ചാബി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഞാനിതാ ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് മാറ്റി. അങ്ങനെ എൻ്റെ പഞ്ചാബി ചിക്കൻ കറി റെഡിയാക്കി കഴിഞ്ഞു. ഇനി എന്തായാലും എൻ്റെ അഭിപ്രായം ലക്ഷ്മി ചേച്ചിയും കൃഷ്ണചേട്ടനും കൂടെ പറയട്ടെ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നുള്ളൂ.